ചേട്ടാ ചേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വൃത്തിയായിട്ട് വീഡിയോസും കണ്ടോണ്ടിരിക്കരുതെന്ന്. എടി ഇത് ഓഫീസിൽ ഇത്തിരി സ്ട്രെസ്സൊക്കെ ആയതുകൊണ്ട് കണ്ടെന്നേ ഉള്ളൂ, അത് കാര്യമൊന്നുമില്ല വേറെ. സ്ട്രെസ് മാറ്റാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടോണ്ടല്ലേ ആൾക്കാർ ഇരിക്കുന്നത്. ചേട്ടൻ്റെ ഇൻസ്റ്റ പോലും തുറക്കാൻ പറ്റുന്നില്ല, മുഴുവൻ വൃത്തികേട്. നീ ആരുടെ ചോദിച്ചാൽ എൻ്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യാൻ പോയത്? അപ്പോൾ ഇപ്പം ഞാൻ ഫോൺ നോക്കിയതാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലാതെ നിങ്ങളീ കാണുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി, നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ മാത്രം ഒരു ടൈമും ഇല്ല. ചേട്ടൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ അടുത്തൊന്നും തോന്നുന്നില്ലേ? നീ ഇത്രയെങ്കിലും ചാടാനായിട്ട് ഇവിടെ എന്തുണ്ടായിട്ടാണ്? ഇതൊക്കെ എല്ലാ ആണുങ്ങളും കാണുന്നത് തന്നെയാണ്. ഇതിനെന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ മാത്രം പ്രശ്നമാണ്. മനുഷ്യനെ ഉറപ്പിക്കാനേ. ചേട്ടാ മോളെ നീ ഇങ്ങനെ കരയാതെ. ഇതിപ്പോൾ മോളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ, ഞാനും അമ്മയോട് ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാള്. അമ്മ സത്യം പറ, അരുൺ ചേട്ടൻ എന്നെ ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിച്ചത്? അയ്യോ മോളെ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ അരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നേ? ഞാനെന്നൊരാൾ ഇവിടെ ഈ വീട്ടിലുണ്ടെന്നുള്ള ബോധം പോലും ചേട്ടനില്ല. മോളെ, കല്യാണം ധൃതിയിലൊക്കെ നടത്തിയതല്ലേ, അതിൻ്റെ ആയിരിക്കും. മോള് വിഷമിക്കാതെ, ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം. അത് വേണ്ട. ഇനിയിപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മയെ വിളിച്ച് പറഞ്ഞെന്നറിഞ്ഞ അരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് ഒരിക്കലും മിണ്ടാതിരുന്നാലോ? ഇപ്പം അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, ഞാൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. മോളെ, അവന് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചായിരുന്നോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇന്ന് വൈകിട്ട് ഞാൻ നേരത്തെ വരുവേ. നിങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. വാ ഇരിക്കും. നീ ഇതുവരെ പോയില്ലേ? പോയി ജ്യൂസ് എടുത്തിട്ടോ. നേഹയ്ക്ക് ഐസ് വേണ്ട കേട്ടോ. ഇന്ന് ആര്യയുടെ ബർത്ത്ഡേ പാർട്ടിയാ, പബ്ബിൽ പോകണം. നീ എന്നെ ഡ്രോപ്പ് ചെയ്യുമോ അതോ ക്യാബ് ബുക്ക് ചെയ്ത് തരുമോ? ഡ്രോപ്പൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷെ ഇപ്പോഴേ പോകണോ? പിന്നെ അടുത്തവണ സലൂണിൽ പോകുമ്പോഴേ ഈ ഹെയർ കളർ ഒന്ന് മാറ്റി അടിക്കണേ. ഏത് കളർ ചെയ്യണം? ഏത് വേണം ചെയ്തോ, നിനക്കെല്ലാം ചേരില്ലേ. അമ്മ, അവർ രണ്ടുപേരുടെ പെരുമാറ്റം കണ്ടിട്ട് അവർ വെറും ഫ്രണ്ട്സ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേഹ പിന്നെയും ജോലിയുടെ ആവശ്യമെന്ന് പറഞ്ഞ് പല പ്രാവശ്യവും വീട്ടിൽ വന്നു. അവളുടെ കൂടെയുള്ള അരുൺ ചേട്ടൻ വേറൊരാളാണ്. എന്നോട് നേരെ ചൊവ്വേ സംസാരിക്കാത്ത ആള് അവളുടെ അടുത്ത് ഓപ്പണായിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നു. അവൾ പല പ്രാവശ്യം വന്നിട്ടു നീ അവളെ പറ്റി അവൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ലേ?
പറയടി. എടി പിന്നെ ഇന്ത്യ കൂടെ ഫ്ലൈറ്റൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം എയർ ഇന്ത്യ ബുക്ക് ചെയ്തു. പിന്നെ റൂമിൻ്റെ കാര്യം നീ നോക്കിക്കോണേ. കഴിഞ്ഞ റൂം വേണ്ട, ആ മജസ്റ്റിക്കിൻ്റെ അടുത്തേ ഹോളിഡേ ഉണ്ട്, അത് മതി. അമ്മ അവരിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ റിലേഷൻഷിപ്പ് ഒന്നും അല്ല. ഇത് അരുൺ ചേട്ടൻ്റെ പഴയ ഫോണിൽ നിന്ന് കിട്ടിയ ഫോട്ടോസാണ്. അന്ന് അരുൺ ചേട്ടൻ ബാംഗ്ലൂരിൽ പോയ ദിവസം എങ്ങോട്ടാ? ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. കോൺഫറൻസ് നേഹയായിട്ടായിരിക്കും അല്ലേ? അത് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത്. എല്ലാം അറിയെങ്കിൽ പിന്നെ ചോദിക്കണേ തിന്. താൻ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. കൈയിടേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ഇതും കൂടെ കേട്ടോ. എൻ്റെ സമ്മതം ഇല്ലാതാണ് ഈ കല്യാണം നടന്നത്. നിൻ്റെ അടുത്ത് എനിക്ക് ഒരു സ്നേഹവുമില്ല, ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. ഇനി അമ്മ പറ, ഞാൻ എന്തോ ചെയ്യണം? എന്നെ ഇഷ്ടമില്ലായിരുന്നു ഈ കല്യാണത്തിന് മുമ്പ് അത് പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ ജീവിതം കൂടെ എന്തിനാണ് ഇങ്ങനെ തൊലയ്ക്കുന്നത്? ഇത്രയായിട്ടും ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് വയ്യ അമ്മ, എനിക്കിത് ആരോട് പറയാൻ വയ്യ അമ്മ. മോള് വാ. അരുണേ, എടാ അരുണേ. അമ്മ പ്രശ്നം വേണ്ട അമ്മ. വിട്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ല. അരുണേ, നാണമില്ലല്ലോ നിനക്ക്. നീ എങ്ങനെയാടാ എന്റെ വയറ്റു എന്ന് പറഞ്ഞേ? ഓ, അപ്പൊ ഞാൻ വന്നാണ് നിനക്ക് കുഴപ്പമല്ലേ? ഇപ്പൊ ഇറങ്ങി പോണാരാടാ? ആ നശിച്ചവളാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാവത്തിന് എത്രടാ നീ ദ്രോഹിക്കുന്നേ? അമ്മക്ക് എന്താണമ്മ? ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. നീ കൂടുതൽ ഉരുണ്ട് കളിക്കല്ലേ. പിന്നെ സരിനെ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നിട്ടുണ്ട്. എടാ, നീ ഇപ്പോൾ ദുബായി പോയാൽ ശരിയാവൂല. നീ ഒന്ന് അച്ഛനടുത്തൊന്ന് സംസാരിക്കും. ഒന്നാതെ കുറേ ആലോചനകൾ വരുന്നുണ്ട് ഇപ്പോൾ. എടി, ഇത് വെറും 3 മാസത്തേക്കല്ലേ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒന്ന് പെണ്ണ് വയ്ക്കുക? എനിക്കൊരു ജോലി വേണ്ടേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ അല്ലാതെ വേറെ ആരും നിന്നെ കിട്ടില്ല. പോരെ? ചേച്ചി,
ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്കാവോ? സരിന്, നീ എവിടെയാണ്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കല്യാണത്തിന് മുമ്പ് വരുമെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ? ശ്രേയ, എടാ ഞാനിവിടെ ഒരു ക്യാമ്പിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ ഫോൺ മിസ്സായി. ഇപ്പോഴാണ് ഞാൻ ശരിയാക്കിയെടുത്തത്. എടാ ഞാൻ അടുത്ത ആഴ്ച എന്താണെങ്കിലും അവിടെ എത്തും. നീ അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചേക്ക്. ഇന്നത്തെ കല്യാണം സരിന്. ശ്രേയടാ, ഞാൻ എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന്? ഈ മോളെ ഇതൊരു റെഡി ആയില്ലേ? എടാ അമ്പലത്തിൽ പോകാൻ സമയമായി. അങ്കിൾ ഒരു മിനിറ്റ്, ശ്രേയ ഡ്രസ് ചേഞ്ച് ചെയ്യുക. ആ നേഹമോളുണ്ടല്ലേ? എടാ പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. രണ്ട് കുപ്പി എടുത്ത് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അവന്മാർ അകത്തോട്ട് പോലും കയറാൻ സമ്മതിച്ചുള്ളൂ. ഈ ആംബിയൻസ് ഒന്നും നോക്കണ്ട. ഈ ഫസ്റ്റ് ഡേൻ്റെ ക്ലീഷേ പരിപാടിയൊന്നും വേണ്ടെന്നുള്ളത് അമ്മയുടെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. താനം തിരുമാരിയിരിക്കുന്നത് വയ്യേ? അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഫുൾ ബോഡി പെയിനേ, കല്യാണമൊക്കെ. എന്താ പിന്നെ കിടന്നു. എന്തുപറ്റി? പെട്ടെന്ന് വന്നപ്പോൾ പേടിച്ചു. അരുൺ, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഇതിപ്പം കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നില്ലേ, എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ, അത് സാരമില്ല. അതാണ് ഈ കത്തിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഞാൻ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാം. ഇപ്പം എന്തിനാണ് അരുൺജയൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞേ? എടി അതൊക്കെ ഞാൻ പറയാം. തൽക്കാലം അമ്മയുടെ മനസ്സിൽ മകനെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് ആദ്യം അതൊന്ന് മാറ്റണം. അല്ല, അതുവരെ അരുണിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പം തന്നെ 1 മാസമായിട്ട് ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിയുക. ഡൗട്ട് തോന്നത്തില്ലേ? ഇനി അരുണിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഇതേ ഈ ബോട്ടിൽ ഒരു ടാബ്ലറ്റ് എടുത്ത് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പുള്ളി കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളും. അപ്പം വേറെ വഴിയൊന്നുമില്ല. എടി നിനക്കൂടെ ഒന്നുകൂടായിരുന്നോ? എന്നാൽ പിന്നെ നമുക്കൊരു ട്രിപ്പായിട്ട് പോയിട്ട് വരായിരുന്നു. അതൊന്നും ശരിയാവത്തില്ല. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ആവത്തില്ലേ? പിന്നെ ഞാൻ അത്രയും നേരം റൂമിൽ പോസ്റ്റുമായിരിക്കും. എവിടെ പോകാൻ വിളിച്ചാലും വരരുത് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, 3 ദിവസം ഇവിടെ ഒറ്റയ്ക്ക് വെക്കേണ്ടല്ലേ? വീട്ടിൽ പോയി നിന്നു. അല്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആണോ? എന്നാ ശരി. ബൈ. ഹലോ, അരുൺ പോയേ? AI ജനറേറ്റ് ചെയ്ത ഫോട്ടോസാണ്. ഇതൊക്കെ വിശ്വസിക്കുമോ? അമ്മയ്ക്ക് വിശ്വസിക്കാൻ ഇതൊക്കെ ധാരാളം. പക്ഷേ ബാക്കിയെല്ലാം നേഹയുടെ കയ്യിലാണ്. അമ്മ വരുമ്പോൾ നേഹ ജസ്റ്റ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോയാൽ മതി. ഞാൻ ഉറപ്പ് പറയാം, നേഹയ്ക്ക് ഒരു കുഴപ്പം വരില്ല. എടാ ഇത്രയ്ക്കൊക്കെ വേണോ? ഈ സമയത്തിനിടയിൽ എങ്ങാനും അരുൺ എണീറ്റാലോ? എടാ ഇല്ല, ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറെങ്കിലും സെഡേഷൻ കാണും അല്ലേ? ആ നേഹ, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലൈഫിന് വേണ്ടിയത് മാത്രം വിചാരിച്ചാൽ മതി. പ്ലീസ് നേഹ. അരുണേ, എടാ അരുണേ, പ്രശ്നം വേണ്ട അമ്മ. വിട്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അരുണേ, ഞാനീ ചെയ്തതൊക്കെ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് സരിൻ്റെ കൂടെ ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ മോളെ, ആ നാറിയുടെ അമ്മ വന്നിട്ടുണ്ട്, വാ. എൻ്റെ മോളെ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ച് അവനിട്ട് 2 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നിങ്ങൾ ഒരാളെ വിചാരിച്ചിട്ടാണ് എൻ്റെ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ടും
ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതെ ഈ മ്യൂച്വൽ ഡൈവേഴ്സിന് സമ്മതിച്ചത്. അച്ഛാ വേണ്ട. ഇല്ല മോളെ, ഇങ്ങനെ ഒരു മോനെ പ്രസവിച്ചതിന് ഞാൻ ഇതത്രയും കേൾക്കണം. എടാ, ഇവളെ ദ്രോഹിച്ചത് നിനക്ക് നീ മതിയായില്ലേ? എന്ത് ധൈര്യത്തിലടാ നീ ഇവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഇത്രയും മതിയടി എന്റെ മോനെ തള്ളി പറഞ്ഞത്. നിനക്ക് വേണ്ട ഡൈവേഴ്സ് ഞാൻ വാങ്ങിച്ചു തന്നു, ഇത്രയും പോരെ? നീ നിങ്ങളുടെ മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ കള്ളക്കാമുകി. ഇത്രയും കാലം മരുമോൻ്റെ തെണ്ടിത്തരങ്ങൾ മാത്രമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇനി സ്വന്തം മോള് ശരിക്കും ആരാണെന്നേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു തരും. പറയടി. നേഹ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലൈഫിന് വേണ്ടിയത് മാത്രം വിചാരിച്ചാൽ മതി. എടാ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വരെ അരുണോട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞാൽ പോരെ? പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇനിയിപ്പോൾ അരുൺ ഡിവോഴ്സിന് തയ്യാറായെന്ന് തന്നെ വിചാരിക്കാം. ഇവളുടെ അച്ഛൻ ഇവളെ എനിക്ക് കെട്ടിച്ചേരുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത ഒരാളാണ് ഇവളെന്ന് അറിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? അവരൊക്കെ ശ്രേയ നാണം കെടുത്തില്ലേ? അരുണോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട. വെറുതെ എന്തിനാണ് അവനെപ്പറ്റി അവൻ്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയണേ? വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ നോർമൽ ഡിവോഴ്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ വർഷങ്ങളെടുക്കും. ഇതിപ്പം സ്വന്തം അമ്മ തന്നെ മകൻ്റെ ക്യാരക്ടർ നല്ലതല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുവാടാ. അത് മാത്രമല്ല, ഈ കേസിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുക്കുമ്പോൾ മാട്രിമോണി വഴി തന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് പ്രപ്പോസൽ മൂവ് ചെയ്യാം. പ്ലീസ് നേഹ. നിങ്ങളുടെ മോളുടെ ക്രിമിനൽ മൈൻഡ് ഉണ്ടോ? അവൾക്കുള്ള കാമുകനോട് ഒരുമിച്ച് ജീവിക്കാൻ വേണം, പക്ഷെ നാട്ടുകാരുടെ മുമ്പ് ചീത്തപ്പേരുണ്ടാവാനും പാടില്ല. നിങ്ങളെന്തായാലും സൂക്ഷിച്ചോ. സ്വന്തം ഭർത്താവിനെ ഉറക്കോളിയെടുത്ത് മയക്കി കിടത്തി ഇല്ലാത്തൊരു പെണ്ണ് കേസം ഉണ്ടാക്കി മകനെതിരായിട്ട് സ്വന്തം അമ്മയെ സാക്ഷി പറയാൻ റെഡിയാക്കിയ മുതലാണ്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ നാളെ തിന്നുന്ന ചോറ് വിഷം വെച്ചേ ഉറപ്പായിട്ട് അവൾ നിങ്ങളെ കൊല്ലും. നീയും നിൻ്റെ മറ്റവനും എന്ത് വിചാരിച്ചടി? ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പെണ്ണിനെ വെച്ച് എൻ്റെ ജീവിതം തൊലച്ച ഒരു പൂച്ചയെ പോലെ പതുങ്ങി മിണ്ടാതെ ഞാനിങ്ങ് പോകുമെന്നോ? നീ പഠിച്ച കോളേജിൽ നിന്നെപ്പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയപ്പോഴേ മനസ്സിലായി നിന്റെ ലീലാവിലാസങ്ങളും നിന്റെ ചുറ്റിക്കളകളും പിന്നെ ഇപ്പോഴത്തെ ഉദ്ദേശമൊക്കെ. എടി, നീ ഈ കാണിച്ചതിന് നശിച്ചു പോകുമെന്ന് ഞാൻ ശപിക്കൂല. നിന്റെ കയ്യിലിരിപ്പിനെ നീ താനേ നശിച്ചോളൂ. കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ ജീവിതം ഇല്ലാതാക്കണം, അവരെ കള്ളക്കേസിൽ കൊടുക്കുന്ന, എന്തിന് വ്യാജ ആരോപണങ്ങൾ നടത്തി ഡിവേഴ്സിലേക്ക് എത്തിക്കുന്ന സ്ത്രീകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും ഇത്തരം ഡിവേഴ്സ് കേസുകളിൽ പെട്ടുപോകുന്നത് നിരപരാധികളാണ്. കാരണം പുറത്തു വരുന്ന കെട്ടുകഥകൾ മാത്രമായിരിക്കും ഈ നാട്ടുകാരും വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു മനസാക്ഷി ഇല്ലാതെ മറ്റൊരാളുടെ ജീവിതം തുലയ്ക്കുന്ന ഇത്തരം ടീംസുകളോട് ഒന്നേ പറയാനുള്ളൂ, ഇനി നിങ്ങളുടെ പ്രണയം ഒരിക്കലും പിരിയാൻ പറ്റാത്തത്ര ദിവ്യ പ്രണയമാണെങ്കിൽ ആദ്യമേ സ്ട്രോങ് ആയിട്ട് നിന്ന് കല്യാണം കഴിയും. അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഇനി എങ്ങാനും ഇതുപോലെ ഉടായ്പൊക്കെ കാണിച്ച് നിങ്ങൾ കാമുകനുമായിട്ട് ഒരുമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നിരുന്നാലും ഒരു കാലത്തും നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന